ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി വാഗണറാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ ഒരു 3 പേര് കയറി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹമ്പ് കയറുമ്പോൾ നല്ല കട്ടറിലൊക്കെ വീഴുന്ന സമയത്ത് ബാക്ക് കിടക്കുന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാക്ക് വെച്ചിട്ട് ബാക്കിൽ 2 വീലും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കുന്നത് ബാക്ക് നമ്മൾ സസ്പെൻഷൻ താഴുന്ന സമയത്ത് കിടക്കുന്നുള്ള ഒരു സൗണ്ട്, നല്ല ലൗഡിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ടക്കെന്നുള്ളൊരു സൗണ്ടാണ് ബാക്കിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ അതെന്താണ് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയത്, ഈ സ്റ്റോപ്പർ പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹമ്പൊക്കെ കയറി ഇറങ്ങി വരുമ്പോൾ ഈ മെറ്റൽ ഭാഗം വന്നിട്ട് ഇവിടെ വന്ന് ടച്ച് ആവുന്ന പാടാണ് ഈ കാണുന്നത്. അതാണ് ഈ ടക്കെന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്. അത്രയ്ക്ക് താഴോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പർ മാറണം, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്രിങ്ങും മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പ്രിങ്ങും സ്റ്റോപ്പർ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. ഇത് കുത്തിയെടുത്ത് കളഞ്ഞിട്ട് പുതിയ സ്റ്റോപ്പർ നമുക്ക് ഇടണം. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് അഴിച്ചെടുക്കാം, 2 സൈഡും അഴിച്ചെടുക്കാം. ഇതിൻ്റെ പഴയ സ്പ്രിങ്, അതുപോലെ തന്നെ പഴയ പാഡ്, പഴയ സ്റ്റോപ്പർ ബുഷ് ഓൾറെഡി പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ സ്പ്രിങ്ങും അതുപോലെ ഈ സ്പ്രിങ്ങും നോക്കിയാലും മനസ്സിലാവും ഇതിന് ടെമ്പറും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നീളത്തിനും ശകലം കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടെമ്പർ പോയി കഴിഞ്ഞാൽ, അതായത് കൂടുതലായിട്ടും ടെമ്പർ പോകുന്ന നല്ല ലോഡൊക്കെ കയറ്റി ബാക്കിൽ നല്ല ലോഡൊക്കെ വണ്ടിക്ക് താങ്ങാൻ പറ്റാത്ത ലോഡൊക്കെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിൻ്റെ ടെമ്പർ കുറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റിന് വ്യത്യാസം വന്നിട്ട് ഈ സ്റ്റോപ്പർ പുഷ് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പ്രിങ് മാറുന്ന പുതിയ സ്പ്രിങ്ങും അതുപോലെ സ്പ്രിങ് മാറുന്ന സമയത്ത് ഈ സ്റ്റോപ്പർ പുഷും മാറുക, അതുപോലെ തന്നെ ഇതിൻ്റെ പാടും മാറുക. ഇതിൻ്റെ മുകളിൽ വരുന്ന ആ പാടും മാറി വിടുക. ഇതിൻ്റെ പഴയ പാടാണ്. ഇത്രയും അകന്ന് കഴിയുമ്പോഴത്തേക്കിന് ഹൈറ്റിന് വ്യത്യാസം വരും. ഈ പഴയ പാട് തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഹൈറ്റിന് വ്യത്യാസം വരും. അപ്പോൾ സ്റ്റോപ്പർ പെട്ടെന്ന് പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ സ്പ്രിങ്, പാടും മറ്റേ സ്റ്റോപ്പർ പുഷ് ഓൾറെഡി പൊട്ടിപ്പോയി. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കിയപ്പോൾ കൈ പിടിച്ച പാടാണ് ഈ കറുത്ത പാട് കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും പുതിയത്, അതുപോലെ തന്നെ പാടും പുതിയതാണ്, സ്പ്രിങ്ങും പുതിയതാണ്. അപ്പോൾ ഇത് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്, കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. പഴയ ബുഷും കാര്യങ്ങളും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ പൊടിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം ഇത് കയറ്റാനായിട്ട്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാട് വരുന്ന ഭാഗം, അതായത് ഈ ഒരു റബ്ബറല്ല, ഇതൊരു പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുന്ന ഭാഗം താഴെ ആയിരിക്കണം, അതായത് ഇങ്ങനെ ആയിരിക്കണം ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് മുകളിൽ പാട് വരുന്ന ഭാഗം. ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ സ്പ്രിങ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ വരുന്ന പാട്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുന്നത്, ഇതിൻ്റെ പാട് വരുന്നത്, ഈ സ്പ്രിങ്ങിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുന്നത് താഴെ ആയിരിക്കണം വരേണ്ടത്. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ സ്റ്റോപ്പർ, സ്പ്രിങ്, അതുപോലെ തന്നെ പാടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരേണ്ടത് താഴെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി വീലിട്ട് ഇറക്കിയിട്ട് വണ്ടിയുടെ ഹൈറ്റ് ഒന്ന് നോക്കാം. ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പ്രിങ് മാറുന്ന, അതായത് കട്ടറിൽ പോകുന്ന സമയത്ത് ഹമ്പ് നല്ല കട്ടറിലൊക്കെ വീഴുമ്പോൾ ബാക്കിൽ നല്ല രീതിയിൽ ഒരു 3 പേര് അല്ലെങ്കിൽ 4 പേരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹമ്പ് കയറുമ്പോൾ, അതുപോലെ നല്ല കട്ടറിൽ വീഴുമ്പോൾ കിടക്കെന്നുള്ള നല്ല രീതിയിലുള്ള സൗണ്ടാണ്. അതായത് സ്പ്രിങ്ങിൻ്റെ ടെമ്പർ കുറഞ്ഞ്, അതുപോലെ തന്നെ സ്റ്റോപ്പറും പോയി, അതുപോലെ തന്നെ മുകളിൽ വരുന്ന പാടും പോയിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ആ മെറ്റൽ ഭാഗം വന്നിട്ട് താഴെ ഇടിക്കുന്ന ആ ഒരു സൗണ്ടാണ് കിടക്കെന്ന് കേൾക്കുന്ന സൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ സ്പ്രിങ് മാറുന്ന കൂട്ടത്തിൽ അതിൻ്റെ പാട് കറക്റ്റായിട്ട് മാറ്റി വിടണം. അതുപോലെ തന്നെ സ്റ്റോപ്പറും കറക്റ്റായിട്ട് മാറ്റി വിടണം. അപ്പോൾ മാരുതി സുസുക്കി വാഗണറിൻ്റെ ബാക്കിലത്തെ സസ്പെൻഷൻ സൗണ്ടിനെ കുറിച്ച്, ഹമ്പ് കയറുമ്പോൾ കിടക്ക് സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.